ഹെൽത്ത് ഇൻഷുറൻസ് ഒരു തട്ടിപ്പാണ്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കൃത്യസമയത്ത് ക്ലെയിം കിട്ടുന്നില്ല, സ്വന്തം കയ്യിൽ നിന്ന് പൈസ അടയ്ക്കേണ്ടി വരുന്നു, ക്ലെയിം റിജക്റ്റഡ് ആയി പോകുന്നു എന്നൊക്കെ. എന്നാൽ ഇത് സത്യമാണോ? ക്ലെയിം റിജക്റ്റഡ് ആയി പോകാനുള്ള 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, ക്ലെയിം റിജക്റ്റഡ്. ക്ലെയിം റിജക്റ്റഡ് ആവാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് വെയിറ്റിംഗ് പീരീഡ് നോട്ട് കംപ്ലീറ്റഡ്. നിങ്ങൾ എടുത്തിരിക്കുന്ന പോളിസിയിൽ നിങ്ങൾക്ക് ക്ലെയിം ലഭിക്കുന്നതിന് ഒരു പ്രത്യേക വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് കംപ്ലീറ്റ് ആകാത്തത് കൊണ്ട് ക്ലെയിം റിജക്റ്റഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. എക്സ്ട്രാ പേയ്മെന്റ് ആണ് ക്ലെയിം റിജക്റ്റഡ് ആവാനുള്ള വേറൊരു കാരണം. സ്വന്തം കയ്യിൽ നിന്നും പൈസ അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇത് സംഭവിക്കുന്നത് പലപ്പോഴും ഇൻഷുറൻസ് കവറേജിൽ കൂടുതലായി ക്ലെയിം എമൗണ്ട് വരുന്നത് കൊണ്ടാണ്. മൂന്നാമതായി, ക്ലെയിം നോട്ട് കവേർഡ്. അതായത് പ്രത്യേക അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊസീജിയറിന് നിങ്ങൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് പോളിസിയിൽ ഉൾപ്പെടാത്ത അസുഖങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യേണ്ടി വരുമ്പോഴാണ് ക്ലെയിം റിജക്റ്റഡ് ആയി പോകാറുള്ളത്. വെയിറ്റിംഗ് പീരീഡ്, എക്സ്ട്രാ പേയ്മെന്റ്, ഇൻഷുറൻസ് കവറേജ് ഇതെല്ലാം വ്യക്തമായി നോക്കിക്കൊണ്ട് തന്നെ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ചൂസ് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഷെയർ ചെയ്യുക.